എന്റെ അടിമകളുടെ വാർഡന്മാരായി ഞാൻ അവരെ നിയോഗിച്ചിട്ടില്ല. എന്റെ അടിമകൾ എങ്ങനെയാ നടക്കുന്നത്, അവരെവിടെ തുണി എടുത്തത്, അവരെങ്ങനെയാ നടക്കുന്നത്, അവരെന്താ പറയുന്നത്, അവരെന്താ ചെയ്യുന്നത്, അത് നോക്കാൻ ഞാൻ ഓലെ ഏൽപ്പിച്ചു. ഒരുപോലെ പണിയെടുത്താ പോരെ. എന്റെ സജ്ജനങ്ങളുടെ കാര്യം നോക്കാൻ അവരുടെ വാർഡന്മാരായി ഇവരെ നിയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അതാ നമ്മൾ പറഞ്ഞ വിഷയത്തിൽ പെടാത്തിയത്. അതുകൊണ്ട് ഇന്ന് പരലോകത്ത് വെച്ച് ഇവിടെ ഒന്ന് പറഞ്ഞാരോ ആദ്യം സ്വർഗ്ഗം നരകമൊക്കെ പറഞ്ഞതിന് ശേഷം ഈ പരലോകത്ത് വെച്ച് അല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹകൂൻ, ആ നന്ദി കെട്ട വർഗത്തെ എന്റെ മുഅ്മിനീങ്ങൾ പരിഹസിക്കുന്നതാണ്. കുഫാർ എന്ന് പറഞ്ഞാൽ പച്ച കാഫിരീങ്ങൾ എന്ന് മാത്രമല്ല, നന്ദി കെട്ട വർഗത്തെ പരിഹസിക്കും. അതാ മാപ്പിളെ എന്ന് പറഞ്ഞിട്ട് യാതൊരു ബോധവുമില്ലാതെ നന്മയെ കൊച്ചാക്കിയവൻ, നല്ലതിന്റെ പക്ഷത്ത് നിൽക്കുന്നവരെ കുതിരയാക്കിയവൻ, അവരെ മുഴുവനും പരിഹസിക്കും. അതാ ഇവരെങ്ങനെയാ പരിഹസിക്കുക? ഇവർ സ്വർഗത്തിലെ അലങ്കൃത സോഫകളിൽ ഡെക്കറേഷൻ ചെയ്തൊരുക്കിയ ആ സോഫകളിൽ മുഖാമുഖം ഇരുന്ന് സന്തോഷിച്ചുകൊണ്ട് ഇവർ തമ്മാടികളെ റൗഡികളെ നോക്കിയിട്ട് പരിഹസിക്കും. നന്ദി കെട്ടവരുടെ ചെയ്തിക്കുള്ള പ്രതിഫലമായിട്ടില്ലയോ? അതേ അതേ പഠിച്ചവരെ ആയിട്ടുണ്ട്, 100% ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ, ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ആ പരിഹാസാണ് റസൂലുള്ളാഹി വിശദീകരിച്ച് ഇങ്ങനെ നിന്ന് പരിഹസിക്കൂ സുഹൃത്തെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നന്മ ചെയ്യൂല എന്നതല്ല, നന്മ ചെയ്യാതിരിക്കൽ ഭയങ്കര തെറ്റാണ്. നല്ലത് ചെയ്യാതിരിക്കാന്നല്ല, നല്ലത് ചെയ്യുന്നവരെ കുതിര കയറണ്ട, അത് അപകടം ചെയ്യും. നല്ലത് ചെയ്യുന്നവരെ ഒരിക്കലും കുതിര കയറണ്ട. നമ്മക്കാകൂലെങ്കിൽ ചെയ്യുന്നവർ ചെയ്തോട്ടെ, അതുപോലെ കുതിര കയറാൻ പോകണ്ട, അത് കൂടുതൽ അപകടം ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇന്നത്തെ സംസാരത്തിന്റെ ആകത്തുക നാളെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മാറണം. ഏറ്റവും ചുരുങ്ങിയ ഫാൻസൊക്കെ എല്ലാവരും അടുപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അത് ഞാൻ പറഞ്ഞതുപോലെ നീളം കുറക്കാൻ കഴിയുന്നവർ കുറക്കണം. അല്ലെങ്കിൽ ദിവസവും മാറ്റുന്ന ഒരാൾ ഇങ്ങനെ തെരച്ചു വെച്ചാലും പക്ഷേ നമുക്ക് അതിനോട് അത്ര യോജിപ്പില്ല. കാരണം അത് എല്ലാ നിലക്കും ഇസ്ലാം അതിനെയൊന്നും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് എന്താ കൃത്യമായിട്ടാണ് അടുപ്പിച്ചാലും ഒന്ന് മാറി നോക്കും, ഒന്ന് മാറാൻ ശ്രമിക്കും. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നോക്കുക, നല്ല മുസ്ലിം ബോധമുള്ള ഇസ്ലാമിക ചിട്ടയുള്ള ഒരുപാട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും അവരൊക്കെ നടക്കുന്ന കാണുമ്പോൾ നമുക്ക് വല്ലാത്ത അത്ഭുതം തോന്നുന്നു. അവർക്കൊന്നും ഒരു മടിയില്ല. പിന്നെ നമ്മളിപ്പോ എന്തിനായി മടിക്കുന്നത്? ഈ അങ്ങാടി ചെക്കന്മാര് നമ്മളെ പരിഹസിക്കുന്നത്, അവര് പരിഹസിച്ചാൽ നാളെ നമുക്ക് കിട്ടാനുള്ള ഗുണമല്ലേ? എന്തിനാ നമ്മൾ വിടുന്നത്? അതുകൊണ്ട് ആരും ഒഴിവാക്കണ്ട. സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. നല്ല ബോധത്തോടുകൂടെ ജീവിക്കുന്ന സാബിഖീങ്ങൾ മുൻഗാമികളിൽ ഇഷ്ടം പോലെ ഉണ്ടാകും, പിൻഗാമികളിൽ വളരെ ചുരുക്കേ ഉണ്ടാവുള്ളൂ. ഈ മുൻഗാമികളിൽ ഇഷ്ടം പോലെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആദം നബിയുടെയും മറ്റു ഉമ്മത്തുകളിലും ഇഷ്ടം പോലെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന അർത്ഥം പറഞ്ഞവരും ഉണ്ട് വ്യാഖ്യാതാക്കളുടെ കൂട്ടത്തിൽ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ, ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ ഏറ്റവും പ്രബലമായത് മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കാൻ. അതൊക്കെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി, അബു സുഊദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരൊക്കെ പറഞ്ഞത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ തന്നെ മുൻഗാമികളും പിൻഗാമികളും അങ്ങനെ ആവണം. അത് കാരണം എന്തുകൊണ്ട്? മുൻഗാമികളിലൊക്കെ മുഖറബീങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ ഇല്ല എന്നുള്ളത് ഒരിക്കലും പറയാൻ പാടില്ല. മാത്രമല്ല ഖുർആൻ ഇറങ്ങിയത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനാണ്. അതുകൊണ്ട് ഈ കാര്യം പറയുന്നത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനോടാണ്. ആയിഷ ബീവി പറഞ്ഞു, ഇതുപോലെ എല്ലാ ഉമ്മത്തിലും ഉണ്ടാകും, അവ്വലീങ്ങളിൽ സുന്നത്തുണ്ടാവും, ആഖിരീങ്ങൾ. കാരണം പ്രവാചകന്റെ സാന്നിധ്യം ഉണ്ടാവുമ്പോൾ എല്ലാവരും നന്നാകും. പിന്നെ അങ്ങനെ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും അങ്ങനെ പോരുമ്പോൾ അതിങ്ങനെ കുറഞ്ഞു വരും. ഈ കാലഘട്ടത്തിൽ ചെറിയൊരു ഉളുപ്പുള്ളവന് വലിയ സ്ഥാനം ഉണ്ടാവും. അങ്ങനെയാണ് അതിന്റെ സ്ഥാനം, അതിന്റെ അവസ്ഥ. അതുകൊണ്ട് മുൻഗാമികളിൽ എന്ന് പറഞ്ഞാൽ മിനൽ അവ്വലീൻ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ നിന്നുള്ള മുൻഗാമികൾ തന്നെയാണ്. കാരണം കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ ഗണ്ണിച്ചു സംസാരിച്ചിട്ടുണ്ട്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, രണ്ടും നമ്മുടെ ഉമ്മത്തിൽ തന്നെയാണ്. മുൻഗാമികളിൽ എല്ലാ ഉമ്മത്തിലും അങ്ങനെ ഉണ്ടാകും. മുൻഗാമികളിൽ ഒരു കൂട്ടം മുഖറബീങ്ങൾ ഉണ്ടാകും, പിൻഗാമികളിൽ വളരെ ചുരുക്കായിരിക്കും. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ വളരെ ചുരുക്കായിരിക്കും, ഇനി വരാനുള്ളവരിൽ ചുരുക്കായിരിക്കും. പക്ഷെ മുൻഗാമികളിലോ സുദ്ദീഖുൽ അക്ബറിനെ നോക്കിയാലും മുഖറബ, ഉമർ ഇബ്നുൽ ഖത്താബിനെ നോക്കിയാലും മുഖറബ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ നോക്കിയാലും മുഖറബാൻ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിയാലും മുഖറബാൻ. എല്ലാവരെയും നാം ശ്രദ്ധിക്കുന്നവരൊക്കെ മുഖറബീങ്ങളാണ്. അതിന്റെ ചെറിയൊരു ലിസ്റ്റാണ് നമ്മൾ കേട്ടത്. സുദ്ദീഖുൽ അക്ബറിനെ പരിചയപ്പെട്ടു, ഉമർ ഇബ്നുൽ ഖത്താബിനെ പരിചയപ്പെട്ടു, അലി ഇബ്നു അബീ താലിബിനെ പരിചയപ്പെട്ടു, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെട്ടു. അല്ലാഹു അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മൾ ഈ പള്ളിയിൽ വെച്ച് അവരെ കുറിച്ച് പറഞ്ഞല്ലോ, അതിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ നീ സലാമത്താക്കണേ റഹ്മാനെ.
സലാമത്താക്കണേ റഹ്മാനെ. പഠിച്ചവരെ, ഞങ്ങളെ ഒരിക്കലും നീ പരീക്ഷിക്കരുത് റഹ്മാനെ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ തന്നെ പറഞ്ഞു, അഫ്തുല്ലത്താനി ജമീഅൻ മിൻ ഉമ്മത്തി സുല്ലത്തും മിനൽ അവ്വലീൻ വ സുല്ലത്തും ഖലീലും മിനൽ ആഖിരീൻ എന്ന് പറഞ്ഞ ഈ രണ്ട് വിഭാഗവും എന്റെ ഉമ്മത്തിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ആ ഹദീസും കൂടെ കൂട്ടി വെക്കുമ്പോൾ എന്തായാലും അതിന്റെ അർത്ഥം അങ്ങനെയാണ് ആവേണ്ടത്. മുൻഗാമികളിൽ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ മുൻഗാമികളിൽ ഒരു കൂട്ടമുണ്ട്, ഈ ഉമ്മത്തിന്റെ പിൻഗാമികളിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതെല്ലാവർക്കും ബാധകാകും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ആ പവർ ഹൗസ്, അതിൽ നിന്ന് നേരിട്ട് ഈമാൻ സ്വീകരിച്ചവർക്ക് നല്ല മാറ്റം ഉണ്ടാകും. അവരുടെ ഈമാനിന് തിളക്കം ഉണ്ടാകും. അല്ലാഹു ആ തിളക്കമുള്ള ഈമാൻ ഉള്ളവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. റബ്ബേ, ഞങ്ങളെ നീ സലാമത്താക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹ്.